കുറച്ചധികം മാസങ്ങളായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെച്ച കാര്യങ്ങളിലൊന്നായിരുന്നു ഈ ഒരു കാര്യം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും 2-2.5 വർഷമായി ഏകദേശം എറണാകുളത്ത് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അത് എൻട്രൻസിൻ്റെ സ്പേസ് ഉണ്ട്, സ്റ്റെയറിൻ്റെ ആ ഒരു പോർഷൻ. അപ്പോൾ അവിടെ നമുക്ക് ഇത്രയും ഭാഗം ഒരാൾ കൈ നീട്ടി നിന്ന് എത്ര ഉണ്ടാകുമോ അത്രയും സ്പേസ് നമുക്കുള്ളൂ. അവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജോലിയും തിരക്കൊക്കെ ആയിട്ട് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് പോയി. അതിപ്പോൾ ചെടിയൊക്കെ ഉണങ്ങിപ്പോയിട്ട് ചെടിച്ചട്ടി മാത്രമായി ഉള്ളിലെ മണ്ണൊക്കെ ആകെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കല്ലും മണ്ണും കൂടി രണ്ടും സെപ്പറേറ്റ് ആക്കി. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണായിരുന്നു, അപ്പോൾ അതിൽ കുറേ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ നട്ടു വെച്ചേ. പിന്നെ ഇപ്പോൾ കല്ലൊക്കെ സെപ്പറേറ്റ് ആക്കി, പിന്നെ പോട്ടി മിക്സ് വാങ്ങിച്ചു. എന്നിട്ട് ഈ മണ്ണിൻ്റെ ഒപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, കല്ല് ഒഴിവാക്കിയിട്ട് മണ്ണിൻ്റെ ഒപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പ്രാവശ്യം കുറച്ച് മണി പ്ലാന്റൊക്കെ കളക്ട് ചെയ്തിട്ട് ചെടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മണി പ്ലാന്റിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് പഠിച്ചിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ ചെടി നട്ടത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വളർന്നു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മണി പ്ലാന്റൊക്കെ നടുന്നതിൻ്റെ ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ നോവൽ ഫിക്ഷൻസൊക്കെ വായിക്കുക എന്നുള്ളത്, പിന്നെ ഉള്ളത് ചെടികളൊക്കെ നടുക, ചെടിത്തോട്ടത്തിലൊക്കെ പോവുക എന്നുള്ളത്. ഈ മണി പ്ലാന്റാണ് എനിക്ക് ഏറ്റവും ഭ്രാന്ത്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലർക്ക് അതൊന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷേ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.